Hello, my peeps. Today is our second day in Hanoi, and today we are going to visit another UNESCO World Heritage, Halong Bay. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് പോവുകയല്ല. We booked a day cruise, Diamond Era Luxury Cruise. നമ്മൾ ക്ലൂക്ക് ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ യാത്ര അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഹാലോങ് ബേ എന്ന് പറയുന്നത് സിറ്റിയിൽ നിന്നും വളരെയധികം അകലെയാണ്. ഈ ഒരു ക്രൂയിസ് കമ്പനി തന്നെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങൾ. ഹനോയ് ഫോളോ ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് അഗ്രികൾച്ചർ സിസ്റ്റമാണ്. ദേ ഹാവ് ബോത്ത് ട്രഡീഷണൽ ഫാമിംഗ് ആൻഡ് ഓൾസോ ദ മോഡേൺ അർബൻ അഗ്രികൾച്ചർ. അപ്പോൾ ഹാനോയിലെ മാത്രം അഗ്രികൾച്ചർ എക്സ്പോർട്ട് ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ more than $2 billion വരും എന്നാണ് പറയുന്നത്. ഹാനോയിൽ നിന്നും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോമൺ പിക്കപ്പ് പോയിന്റ് വരുന്നത് എപ്പോഴും ഓൾ കോട്ട അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പേറ ഹൗസ് ഒക്കെ ആയിരിക്കും. സോ അതിനടുത്തായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ ശ്രദ്ധിക്കാം. ചൈനയുമായി നല്ലൊരു വ്യാപാര ബന്ധമുള്ള രാജ്യം കൂടിയാണ് വിയറ്റ്നാം. ഇത്തരത്തിൽ ഖനനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ചൈനീസ് കപ്പലുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ചൈനീസ് മാതൃകയിലാണ് ഇവരുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ് വിയറ്റ്നാമിലെ പല നഗരങ്ങൾക്കും ഇന്നുള്ളത്. അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ ക്ഷേത്രങ്ങളോ മറ്റോ ആയിരിക്കുമെന്ന്. ഇത് ക്ഷേത്രങ്ങളൊന്നുമല്ല, ഇറ്റ്സ് എ സെമെട്രി. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ മരണശേഷം അവർ അടക്കം ചെയ്യുന്നത് അവരുടെ കൃഷിയിടങ്ങളോട് ചേർന്നാണ്. അവിടെ ലാൻഡ് സെക്യൂർ ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു കസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ദി ഓൾസോ ബിലീവ് ദെയർ ആൻസെസ്റ്റേഴ്സ് ഹെൽപ് ടു പ്രൊട്ടക്ട് ദെയർ ഫാമിലി. അങ്ങനെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒടുവിൽ ഹാലോങ് ബേ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക ജോഗ്രഫിയാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഹാലോങ് ബേ. പ്രകൃതി തന്നെയാണല്ലോ ഏറ്റവും വലിയ ഇന്ദ്രജാലക്കാരൻ. അങ്ങനെ പ്രകൃതി ഒരുക്കിയ ഒരു ഇന്ദ്രജാലം കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള തടാകങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തിരികെ വരുമ്പോൾ ഒരുപക്ഷെ ശൂന്യമായിരിക്കും. വെയിലിറക്കം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഫൈനലി വി റീച്ച് നോ മറീന. അപ്പോൾ ഞങ്ങളുടെ ക്രൂയിസ് ആയിട്ടുള്ള ഡയമണ്ട് എറ ലക്ഷറി ക്രൂയിസിലേക്കുള്ള നടത്തത്തിലാണ് നമ്മൾ. അപ്പോൾ ഹാലോങ് ബേയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.